ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലാസോ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പാൻറ്റിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കേണ്ടതും കട്ട് ചെയ്തെടുക്കേണ്ടതും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ സൈസായിട്ടുള്ള ലാർജ് സൈസിൽ വരുന്ന മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ്സ് ചാർട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പലാസോ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 മീറ്ററാണ് ഈ ഒരു പലാസോ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാനിതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനും അങ്ങനെ മടക്കിയെടുക്കാതെ നമുക്ക് ആവശ്യമുള്ള അത്ര പീസിന് മടക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അളവുകളൊക്കെ എങ്ങനെ വരുന്നത് നോക്കാം. ലാർജ് സൈസിൽ വേസ്റ്റ് വരുന്നത് 32 ഇഞ്ചസാണ്. അതിലേക്ക് ലൂസൊക്കെ ആഡ് ചെയ്തിട്ട് ഹിപ്പ് 40 എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 38 ഇഞ്ചസാണ്. ക്രോച്ച് ഏരിയ 13 ഇഞ്ചസാണ്. ഇലാസ്റ്റിക് ലെങ്ത്ത് 28 ഇഞ്ചസാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ മെഷർമെൻറ്റ്സുകളൊക്കെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഫാബ്രിക്കിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിക്ക് പാൻറ്റിൻ്റെ ലെങ്ത്തായിട്ട് 38 ഇഞ്ചസാണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 40 ഇഞ്ചസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്തായിട്ട് ഞാൻ 13 ഇഞ്ചസ് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന പീസ് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ഒരു പലാസോ പാൻറ്റ് ഫുൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് കേട്ടോ അരവണ്ണം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മടക്കി തയ്ക്കാൻ വേണം. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് കൂടാതെയാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ തയ്യൽ തുമ്പും കൂടിയും പ്ലസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴേക്കാണ് നമുക്ക് 38 ഇഞ്ചസായിട്ട് ലെങ്ത്ത് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ അരവണ്ണം കിട്ടിയിട്ടുള്ളത് 32 ഇഞ്ചസാണ്. അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മൾ അരവണ്ണം ടൈറ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ അരവണ്ണം. അത് നമ്മൾ ടൈറ്റ് ആക്കി ചെയ്യുന്നതാണ്. അപ്പോൾ പലാസോ പാൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ലൂസും കൂടെ ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഹിപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സാണ് ഞാൻ മുകളിലും എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്ത് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ലൂസിൽ നമ്മൾ ഇത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഹിപ്പ് റൗണ്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് 40 ഇഞ്ചസാണ്. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കുമ്പോൾ എനിക്ക് 10 ഇഞ്ചസ് ആയിരിക്കും കിട്ടുന്നത്. അതിലേക്ക് ഞാൻ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ 2 ഇഞ്ചിൻ്റെ താഴേന്നാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് എനിക്കിവിടെ 13 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. ക്രോച്ച് ലെങ്ത്ത് ചെറിയൊരു ഇക്വേഷനിലൂടെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് കേട്ടോ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് ആയിട്ട് കിട്ടുന്നത്. എനിക്കിവിടെ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചസ് ആയിരുന്നു. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 ഇഞ്ചസാണ് കിട്ടുന്നത്. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാൻറ്റിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസിൽ വരുന്ന ഒരു പാൻറ്റാണ്. അത് നമ്മുടെ ഓരോ ചോയ്സാണ്. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഒരു 10 മുതൽ 15 ഇഞ്ചസ് വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചസ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഭാഗത്താണ് ഈ 12 ഇഞ്ചസ് വരുന്നത്. 2 ഭാഗത്തേക്കാവുമ്പോൾ 24 ഇഞ്ചസ് ടോട്ടൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ചെറിയൊരു കർവായിട്ട് വരച്ചെടുക്കാം. നമ്മുടെ താഴെ ബോട്ടം വിഡ്ത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വരച്ചെടുക്കാറുള്ളത്. ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കർവ് വരുന്നത് മുകൾ ഭാഗത്താണ് കേട്ടോ. ഇതിൽ ലെഗ് കർവ് എന്നാണ് ഈ സ്കെയിലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെക്കേണ്ട ശരിയായ രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ലൂസ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ വരെ ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ പാൻറ്റിന്
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ജോയിൻ ചെയ്ത രൂപത്തിലാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നല്ല വശമാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ക്രോച്ച് ഏരിയയാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും ഭാഗം ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്രോച്ച് ഏരിയയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഇലാസ്റ്റിക് തയ്ച്ചെടുത്തതിന് ശേഷം മാത്രമാണ് മറ്റേ സൈഡ് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ 1 ഇഞ്ചും കൂടി ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ വരുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഞാനവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇലാസ്റ്റിക് ലെങ്ത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മെഷർമെൻറ്റ്സ് ചാർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് റൗണ്ടിൽ നിന്നും 4 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ വേസ്റ്റ് റൗണ്ട് 32 ഇഞ്ചസ് ആയിരുന്നു. അതിൽ നിന്നും 4 ഇഞ്ചസ് ഞാൻ മൈനസ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്കിവിടെ 28 ഇഞ്ചസാണ് കിട്ടുന്നത്. ആ 28 ഇഞ്ചസാണ് കേട്ടോ ഞാനിവിടെ ഇലാസ്റ്റിക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും 4 ഇഞ്ചസ് മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ ഇലാസ്റ്റിക് ലെങ്ത് ആയിട്ട് വരുന്നത്. ഈ ഒരു മെഷർമെൻറ്റ്സിൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിനെ സീം അലവൻസും കൂടി ഒന്നും തയ്യൽ തുമ്പോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാനിതുപോലെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇലാസ്റ്റിക്കിനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫാബ്രിക്കിനെ ഇലാസ്റ്റിക്കിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഫാബ്രിക്കുമായിട്ട് പിന്നെ പിൻ ചെയ്ത് ആ ഭാഗം വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഉള്ളിലേക്ക് നമ്മുടെ ഇലാസ്റ്റിക് നീങ്ങിപ്പോവില്ല. അപ്പോൾ ഈ ഒരു സൈഡിലും കറക്റ്റാക്കി വെച്ചിട്ട് ഫാബ്രിക്കും കൂടി കൂട്ടിയിട്ട് ഇലാസ്റ്റിക്കിനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഫാബ്രിക് ഒരുപോലെ വരുന്നത് പോലെ ഇങ്ങനെ വലിച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിനെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഭാഗത്തുള്ള ക്രോച്ച് ഏരിയയും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമുക്ക് പാൻറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ താഴെ ഭാഗം ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാം. ഇനി താഴെ നമുക്കൊന്ന് മടക്കി തയ്ക്കാനും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനും കൂടിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റുണ്ട്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സൈസ് ഏതാണോ അതും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.